തിരുവനന്തപുരം പാലോടിൽ തെരുവുനായ ആക്രമണം. പാലോട് സ്വദേശി അനൂപിന് കടിയേറ്റു. തെരുവുനായ ആക്രമണത്തിൽ നിന്ന് മകളെ രക്ഷിക്കുന്നതിനിടെയാണ് കടിയേറ്റത്. അർജുൻ രാജ ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, ഈ തെരുവുനായ ആക്രമണം ഒരു തുടർക്കഥയാകുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് കാണുന്നത്. ഈ പാലോട് ഭാഗത്തൊക്കെ വലിയ തോതിൽ തെരുവുനായ ശല്യമുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? വലിയ ശല്യം പാലോട് മേഖലയിലുണ്ട് ലക്ഷ്മി. ഇന്നലെയും പാലോട് ഗവൺമെന്റ് ആശുപത്രിയിലെ ജീവനക്കാരെ തെരുവുനായ കടിച്ചിരുന്നു. ഇന്നും പാലോടിൽ തന്നെയാണ് തെരുവുനായ ആക്രമണത്തിന്റെ വാർത്ത വരുന്നത്. പാലോട് കുറുന്താളി സ്വദേശി അനൂപിനെയാണ് തെരുവുനായയുടെ അനൂപിനാണ് ആക്രമണം ഉണ്ടായത്. വീടിന്റെ മുറ്റത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. അതായത് മകൾ മുറ്റത്ത് കളിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ തെരുവുനായ മകളെ കടിക്കാനായി എത്തി. ഈ കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് അനൂപിന് തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത്. മുഖത്തും കൈയിനും കാലിനും തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ഇപ്പോൾ അനൂപിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ തെരുവുനായയെ ആ സമീപത്തുള്ള ആളുകളൊക്കെ കൂടി ചേർന്ന് തല്ലി കൊന്നിട്ടുണ്ട്. അത് പരിശോധന നടത്തണം. അതിനായി ആ ജഡം കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് ആളുകളെ തെരുവുനായ ആക്രമിച്ചിട്ടില്ല. മകളെ രക്ഷിക്കുന്നതിനിടയിൽ അനൂപിന് കടിയേൽക്കുകയാണ് ഉണ്ടായത്. 3 ഭാഗത്ത്, അതായത് മുഖത്തുമുണ്ട്, കയ്യിനും കാലിനുമാണ് തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത്. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.